മക്കളെ നോക്കിയേ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഡിഫറൻഷിയേറ്റ് സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ് ഡിവൈഡ് ബൈ സൈനറ്റ്സ് മൈനസ് കോസെറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലയോ. സോ ഇതിനെ ഞാൻ y എന്ന് വിളിക്കുക. ഈ മൊത്തം ഫംഗ്ഷനെ എനിക്ക് എന്ത് വിളിക്കാം? y എന്ന് വിളിക്കാം. y എങ്ങനെ കിടക്കുകടാ? y എന്ന് പറയുന്നത് മുകളിലൊരു ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ താഴെ ഒരു ഫംഗ്ഷൻ അങ്ങനെ കിടക്കുക അല്ലയോ. അതായത് u ബൈ v ഫോമിൽ കിടക്കുക. മുകളിൽ u എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ്, താഴെ v എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സൈനറ്റ്സ് മൈനസ് കോസെറ്റ്സ്. സോ ഇതിന്റെ എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? ഡെറിവേറ്റീവ്. നമുക്കറിയാം ഡെറിവേറ്റീവിനെ നമ്മൾ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്? dy ബൈ dx എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട് അല്ലയോ, അല്ലെങ്കിൽ y ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വിളിക്കാം? u ബൈ v. y എന്താ വിളിച്ചത്? u ബൈ v എന്നല്ലേ. സോ u ബൈ v ദ ഹോൾ ഡാഷ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ ആണോ? ഇനി നമുക്കറിയാം കോഷ്യന്റ് റൂൾ അറിയാം. u ബൈ v ദ ഹോൾ ഡാഷ്, u ബൈ v മുകളിൽ ഒരു ഫംഗ്ഷൻ താഴെ വേറൊരു ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്കൊരു ഫോർമുല അറിയാം. എന്തായിരുന്നു ആ ഫോർമുല? u ഡാഷ് v മൈനസ് u v ഡാഷ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ? v സ്ക്വയർ. ഫസ്റ്റ് യുവിന്റെ ഡെറിവേറ്റീവ് എടുക്കുക ഇൻറ്റു v മൈനസ് u ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് എടുക്കുക ദ ഹോൾ ഡിവൈഡഡ് ബൈ v സ്ക്വയർ. ഈ ഫോർമുല നമുക്ക് അറിയാവുന്ന ഫോർമുലയിലെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള INCERT തന്നെ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലയോ. അങ്ങനെയാണെങ്കിൽ dy ബൈ dx ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ dy ബൈ dx ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. എഫ് ഡാഷ് ഓഫ് എക്സ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഈ റെപ്രസെന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. അങ്ങനെയാണെങ്കിൽ എന്താ നോക്കിയേ, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നില്ലയോ. dy ബൈ dx ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല നമുക്കറിയാം u ഡാഷ് v മൈനസ് u v ഡാഷ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ? v സ്ക്വയർ. അപ്പൊ ഇനി എനിക്ക് ആരെയൊക്കെ വേണം? u ഡാഷ് v ഡാഷിനെയൊക്കെ വേണം എനിക്ക് ഇല്ലയോ. u എന്താടാ? u നമുക്ക് തന്നിട്ടുണ്ട്. u എന്ന് പറഞ്ഞാൽ എന്താ? സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ്, മുകളിൽ കിടക്കുന്ന ആൾ സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ്, സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ്. അങ്ങനെയാണെങ്കിൽ യു ഡാഷ് പറ. സിമ്പിൾ. സൈനറ്റ്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസെറ്റ്സ്. കോസെറ്റ്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈനറ്റ്സ്. ഓക്കെ, സി വരുമ്പോൾ മൈനസ് വരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കോസെറ്റ്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈനറ്റ്സ്. അങ്ങനെയാണെങ്കിൽ വി എന്താ? വി എന്ന് പറയുന്നത് സൈനറ്റ്സ് മൈനസ് കോസെറ്റ്സ്, സൈനറ്റ്സ് മൈനസ് കോസെറ്റ്സ്. അങ്ങനെയാണെങ്കിൽ വി ഡാഷ് എന്താ? സൈനറ്റ്സിന്റെ ഡെറിവേറ്റീവ് അതെന്താ? കോസെറ്റ്സ്. കോസെറ്റ്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈനറ്റ്സ്. സോ ഇതെന്താവും? പ്ലസ് ആകും. ആ മൈനസ് ഈ മൈനസും കൂടെ എന്താകും? പ്ലസ് ആകും. അപ്പൊ യു കിട്ടി, യു ഡാഷ് കിട്ടി, വി കിട്ടി, വി ഡാഷ് കിട്ടി. പറക്കിയിട്ട് കൊടുക്കുക. ഇതാ നോക്കിയേ, യു ഡാഷ് ഇൻറ്റു വി അതായത് കോസെറ്റ്സ് മൈനസ് സൈനറ്റ്സ്. മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് ഇട്ടോണം. കാരണം യു ഡാഷിനെ ഞാൻ എഴുതിയത്. അപ്പൊ യു ഡാഷ് എന്ന് പറയുന്ന ഒരു ഒറ്റയാളാണ്, അവനെ ബ്രാക്കറ്റിലാക്കണം. സോ യു ഡാഷ് ഇൻറ്റു വി. വി ആരാ? സൈനറ്റ്സ് മൈനസ് കോസെറ്റ്സ്, സൈനറ്റ്സ് മൈനസ് കോസെറ്റ്സ്. യു ഡാഷ് വി മൈനസ് യു വി ഡാഷ്. യു എന്ന് പറഞ്ഞാൽ സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ്, വി ഡാഷ് എന്ന് പറഞ്ഞാൽ കോസെറ്റ്സ് പ്ലസ് സൈനറ്റ്സ്. സോ കോസെറ്റ്സ് പ്ലസ് സൈനറ്റ്സ്. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട്? ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഉണ്ടല്ലോ. അതായത് സൈനറ്റ്സ് മൈനസ് കോസെറ്റ്സ് ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ താണ്ട ഇവനെ എനിക്ക് എഴുതാൻ ഇച്ചിരി സ്ഥലം വേണം. താണ്ട് അവന്മാരെ ഞാൻ ഒന്ന് മാറ്റുവാന്നേ. യുവും യു ഡാഷും വിയും വി ഡാഷും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. അപ്പം ഇങ്ങോട്ട് സൈഡിലോട്ടിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ? dy ബൈ dx ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു എന്താ നോക്കിയേ, കോസെറ്റ്സ് മൈനസ് സൈനറ്റ്സ്. ഒരു മൈനസ് ഇങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതും എന്താവും? കോസെറ്റ്സ് മൈനസ് സൈനറ്റ്സ് ആവത്തില്ലയോ? ഒരു മൈനസ് ഇതിൽ നിന്ന് പുറത്തെടുത്ത് നോക്ക്. അപ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. സോ കോസെറ്റ്സ് മൈനസ് സൈനറ്റ്സ് കിട്ടും. അപ്പോൾ ഒരു മൈനസ് ഇങ്ങനെ കോമൺ ആയിട്ട് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ, ഈ ടേമിൽ നിന്ന് ഒരു മൈനസ് ഇങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആ മൈനസ് ഞാൻ ആദ്യമേ എഴുതി. കോസെറ്റ്സ് മൈനസ് സൈനറ്റ്സ് ഇൻറ്റു കോസെറ്റ്സ് മൈനസ് സൈനറ്റ്സ് കിട്ടും. അതായത് കോസെറ്റ്സ് മൈനസ് സൈനറ്റ്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ് ഇൻറ്റു സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ്. രണ്ടും ഒരേ സാധനം തന്നെ കിടക്കുന്നില്ലയോ. സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ് ഇൻറ്റു സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ്. ഓക്കെ, ബ്രാക്കറ്റിനകത്ത് ഓർഡർ മാറി വന്നേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. സോ സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ് രണ്ട് വട്ടം മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്. അതെന്താ? സൈനറ്റ്സ് പ്ലസ് കോസെറ്റ്സ് ദ ഹോൾ സ്ക്വയർ, ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന സൈനറ്റ്സ് മൈനസ് കോസെറ്റ്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ. നമുക്ക് അതിനെ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലയോ. സോ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്താ? കോസ് സ്ക്വയർ എക്സ് മൈനസ് 2 ഇൻറ്റു എ ബി, അതായത് 2 ഇൻറ്റു
സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഓക്കെ, സിമ്പിളാണേ, സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, താഴത്തെ ടേം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഉണ്ടാവും, അത് 1 ആകും. 2 സൈൻ എക്സ് കോസ് എക്സിനെ എനിക്ക് എന്ത് വിളിക്കാം? സൈൻ 2x എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റർ നോക്കിയേ, ഡിനോമിനേറ്റർ എന്തായിട്ട് മാറി? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഈ സാധനം എന്തായി? അത് 1 ആയി. 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സൈൻ 2x ആണ്, നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ പറ ആൻസർ ആയി. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിനെ എനിക്ക് എന്ത് വിളിക്കാം? 1 എന്ന് വിളിക്കാം. മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സിനെ എനിക്ക് എന്ത് വിളിക്കാം? അതിനെ സൈൻ 2x എന്ന് വിളിക്കാം, സൈൻ 2x. ഇനി മുകളിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. കോസ് എക്സ് മൈനസ് ആൾറെഡി ഇവിടെ കിടപ്പുണ്ട്, ആ മൈനസിന് ഞാൻ ഇങ്ങിട്ടു. ഈ മൈനസിനെ താണ്ട് ഇവന്റെ കൂടെ ഒരു മൈനസ് ഉണ്ട്, ഇവന്റെ കൂടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് ഞാൻ എന്ത് ചെയ്യും? അങ്ങ് പുറത്തോട്ട് എടുക്കാൻ പോകും. മൈനസ് ഞാൻ എന്ത് ചെയ്തു? പുറത്തോട്ട് എടുത്തു. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് ഞാൻ എന്ത് ചെയ്തു? പുറത്തോട്ട് പുറത്തെടുത്ത് കഴിയുമ്പോൾ അകത്ത് കിടക്കുന്ന എന്താ? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് വരും അല്ലയോ? സോ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആവും. അതെന്ത് വരും? 1 വരും. പിന്നെ എന്തോ ഉണ്ട്? ഒരു -2 സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അതുപോലെ തന്നെ പ്ലസ് അടുത്ത എന്താ ഇനി കിടക്കുന്നത്? മൈനസ് ഇങ്ങ് പുറത്തെടുത്തു, മൈനസ് മൊത്തത്തിൽ ഇങ്ങ് പുറത്തെടുത്തു. അതുകൊണ്ട് നടുക്ക് എന്താവും? ഇനി പ്ലസ് ആവും, മൈനസ് ഇങ്ങ് വെളി വന്നു. ഓക്കെ, സോ ഇനി എന്താ ഉള്ളത്? അടുത്ത ടേം എന്താ ഉള്ളത്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് കിട്ടും. സോ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിന് എനിക്ക് എന്ത് വിളിക്കാം? 1 എന്ന് വിളിക്കാം. ഇനി എന്തോ ഉണ്ട്? പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? -2 സൈൻ എക്സ് കോസ് എക്സും പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. മുകളിൽ എന്തേ ഉള്ളൂ? 1 + 1 എന്താവും? 2 ആകും. ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലയോ? സോ -2 ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ 2x എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്തതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം തനിയെ ഇരുന്ന് ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക. കാരണം ഇത് എന്ത് ചെയ്യണം? ആൽജിബ്ര ഇതേപോലെ ചെയ്ത് എന്ത് ചെയ്യണം? ശീലമാണോ? കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോൾവ് ചെയ്ത് ശീലമായാലേ പെട്ടെന്ന് മൈൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ട്രെയിൻഡ് ആവുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് എന്ത് ചെയ്യുക? ട്രെയിൻഡ് ആവുക. അപ്പോൾ നിങ്ങൾ സമാധാനത്തെ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. യു ഏതാണെന്ന് കണ്ടുപിടിച്ചു, വി ഏതാണെന്ന് കണ്ടുപിടിച്ചു, ഫോർമുല അപ്ലൈ ചെയ്തു, എടുത്തിട്ടു. ഇനി സിമ്പിൾ സംഭവം എന്ത് ചെയ്തു? ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിനൊക്കെ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. കണ്ടോ? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക. ഇവനെ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സമയം എടുത്തിരുന്നു ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക, ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ.